ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് ഒരു ഡിസ്ക്ലെയിമറോട് കൂടിയാണ് പറയുന്നത്, ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് പറയുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്, പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷനോ മറ്റോ ഒന്നുമല്ല. അതുകൊണ്ട് ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എന്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനാണ്? നമുക്കറിയാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആയിരക്കണക്കിന് വരുന്ന കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ എങ്ങനെ നിക്ഷേപം നടത്തിയാലാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു കമ്പനിയിൽ തിരഞ്ഞെടുത്ത് നമ്മൾ ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലാഭം ഉണ്ടാകും എന്നുള്ള ഒരു അവസ്ഥയല്ല ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ. സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്ന് പറയുന്നത് ലാഭനഷ്ട സാധ്യതകൾ അധിഷ്ഠിതമാണ്. നിങ്ങൾ ഏതെങ്കിലും നിക്ഷേപ തട്ടിപ്പിൽ പെടാതിരിക്കാൻ, ഇതിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് നിക്ഷേപ തട്ടിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കമ്പനികളുടെ ഷെയർ തിരഞ്ഞെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എങ്ങനെ തിരഞ്ഞെടുക്കണം? ആയിരക്കണക്കിന് വരുന്ന കമ്പനികളിൽ നിന്ന് എങ്ങനെ നമ്മളൊരു നല്ല കമ്പനിയുടെ ഷെയർ തിരഞ്ഞെടുക്കാം? അത് മറ്റൊന്നുമല്ല, അതിൽ ടെക്നിക്കലും ഫണ്ടമെന്റലുമായിട്ട് അതിനെ കൂടി അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് തിരഞ്ഞെടുക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നിരവധി സോഫ്റ്റ്വെയറുകളുണ്ട്. പല സോഫ്റ്റ്വെയറുകളിലുണ്ട് എല്ലാ കമ്പനികളുടെയും ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, പല സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പ്രൊവേഷൻ മേടിച്ചുകൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ മണി കൺട്രോൾ ആൻഡ് എക്കണോമിക്സ് ടൈംസ്. മണി കൺട്രോളിന് 500 രൂപ ഒരു വർഷത്തേക്ക് വരികയുള്ളൂ. ഇംഗ്ലീഷ് കുറച്ച് ടഫാണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക്സ് ടൈംസ് എന്ന് പറയുന്നതും അത് പൈസ കുറച്ച് കൂടുതലാണ്. പക്ഷേ മണി കൺട്രോൾ പൈസ കുറവാണ്. അതിൽ നിന്ന് നമുക്ക് എല്ലാ കമ്പനികളുടെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് കഴിയും. അതിൽ തന്നെ ഒരു പേജുണ്ട്. ആ പേജിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക കമ്പനികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കാണാം. ആ കമ്പനികൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ടെക്നിക്കൽ വശം എങ്ങനെയാണെന്ന് വെച്ചാൽ, ടെക്നിക്കൽ വശം എന്ന് വെച്ചാൽ പലതും ഉണ്ട്. ടെക്നിക്കൽ വശം, അതിൻ്റെ പ്രൈസ് ചാർട്ട്, മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പനികൾ, വർഷങ്ങളായി മുകളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ. ഈ വർഷങ്ങളിൽ ഇടയ്ക്കെങ്ങാനും വല്ല ഡിപ്പുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല. തുടർച്ചയായി മുകളിലേക്ക് പോകുന്ന കമ്പനികൾ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാം. അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് ആ കമ്പനിയെ തിരഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ആ കമ്പനി എന്ത് സെക്ടറിൽ പെടുന്ന കമ്പനി, ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് അതിൽ കാണാം. ആ കമ്പനി ഓട്ടോ സെക്ടറാണോ, അതോ ഫാർമയാണോ, പവറാണോ, അല്ലെങ്കിൽ ഫുഡിൻ്റെ സെക്ടറാണോ, അത് നല്ല കമ്പനിയാണോ, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നല്ല നിലനിൽക്കുന്ന കമ്പനികളാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് തീർച്ചയായും അതിൽ നിന്ന് ലാഭമുണ്ടാകും. ആ ലാഭം ഉണ്ടായതിന് ശേഷം നമുക്കത് സെല്ല് ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ അനാലിസിസ് നടത്തി, ഫണ്ടമെന്റലോ ടെക്നിക്കലോ ആയിട്ടുള്ള അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നിക്ഷേപം തിരഞ്ഞെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.